Hello everyone, welcome to എഡ്യൂട്ടർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA BSc സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഇൻക്യൂറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻക്യൂറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട് ഈസ് റിട്ടൺ ബൈ മാറ്റ്സോ ബാഷോ. He is a famous Japanese poet. ഇൻക്യൂറ്റോ ആൻഡ് ദി ഓൾഡ് പോണ്ട്, ഈ രണ്ട് കവിതകളും, ഇത് രണ്ടും കുഞ്ഞു കവിതകളാണ്. ഈ രണ്ട് കവിതകളും മാറ്റ്സോ ബാഷോയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ജപ്പാനീസ് പോയറ്റാണ്. ഹിസ് വർക്ക്സ് ആർ റിഗാർഡഡ് ആസ് സിമ്പിൾ ബട്ട് ക്രിയേറ്റീവ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ വളരെ സിമ്പിളാണ്, അതേസമയം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. He used simple languages in his poems. അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള ഭാഷകളിലാണ് പോയംസൊക്കെ എഴുതുന്നത്. കടികട്ടിയായിട്ടുള്ള ഒന്നും തന്നെ ഭാഷകൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല. Many poets were inspired by his works. The American poets Ezra Pound and Jack Kerouac were influenced by Basho. ഒത്തിരി പോയിൻസിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാഷോ. അതിലെടുത്ത് പറയാനായിട്ട് അമേരിക്കൻ പോയറ്റ്സ് ആയിട്ടുള്ള എസ്ര പൗണ്ടും ജാക്ക് കെറോക്കും ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ബാഷോയുടെ പോയംസിനെ. ഹിസ് പോയംസ് വെർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി ലാംഗ്വേജസ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ ഒത്തിരി ഭാഷകളിലോട്ട് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. Basho is considered as the father of haiku. Haiku is a short poem. It's a traditional Japanese poem. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹൈക്കു എന്നാണ്. ബാഷോ അറിയപ്പെടുന്നത് ഹൈക്കുവിൻ്റെ പിതാവ് എന്നാണ് ഭാഷ അറിയപ്പെടുന്നത്. എന്താണ് ഹൈക്കു? ഹൈക്കു എന്ന് പറയുന്നത് ജപ്പാനീസ് പോയമാണ്. അത് ട്രഡീഷണൽ ജപ്പാനീസ് പോയമാണ്. വളരെ ചെറിയ ഒരു പോയം മാത്രമാണ് ഈ ഹൈക്കു. എ ഹൈക്കു കൺസിസ്റ്റ്സ് ഓഫ് 17 syllables. It is arranged in 3 lines. The first and last lines consists 5 syllables. Middle line has 7 syllables. Its pattern is 5-7-5. ഈ ഹൈക്കുവിൻ്റെ പ്രത്യേകത, ഈ ഹൈക്കു എന്ന് പറയുന്നത് ചെറിയ ഒരു പോയം മാത്രമാണ്, ജപ്പാനീസിലെ ട്രഡീഷണൽ പോയമാണ്. ഇതിൻ്റെ പിതാവാണ് ബാഷോ. ഓക്കെ, ഇതിൽ 3 വരികൾ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, 3 വരികൾ മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ലൈനിൽ 5 syllablesഉം ലാസ്റ്റ് ലൈനിൽ 5 syllablesഉം നടുക്കിലത്തെ ലൈനിൽ 7 syllablesഉം ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 5-7-5. ആദ്യത്തേൽ 5 syllables, അവസാനത്തേൽ 5 syllables, നടുക്കിലത്തേൽ 7 syllables. It is known for its simplicity and creativity. ഈ ഹൈക്കു പോയം അതിൻ്റെ സിംപ്ലിസിറ്റിയും അതിൻ്റെ ക്രിയേറ്റിവിറ്റിയും തന്നെയാണ് അതിന് ഇത്രയും അറിയപ്പെടാനായിട്ടുള്ള ഒരു കാരണവും. ഇറ്റ് ഹാസ് ഹ്യൂമർ വിച്ച് എൻ്റർടൈൻസ് ദ റീഡേഴ്സ്. ഈ ഒരു പോയത്തിന് വളരെ ഹ്യൂമറായിട്ടുള്ള, ഹാസ്യം നിറഞ്ഞിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് വളരെ ഇഷ്ടത്തോടെ വായിക്കുന്ന ഒന്നാണിത്. ഇറ്റ് സ്പീക്സ് ഓൺ സോഷ്യൽ അവെയർനെസ്. സാമൂഹ്യ അവബോധത്തെക്കുറിച്ചാണ് ഇത് കൂടുതലായിട്ടും പറയുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ലോട്ട്സ് ഓഫ് ഐഡിയാസ് ആൻഡ് ഫീലിങ്സ്. 3 വരിയേ ഉള്ളൂ, ചെറിയൊരു പോയം ആണെങ്കിൽ പോലും ഒത്തിരി ഫീലിങ്സും ഐഡിയാസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു പോയമാണ് ഹൈക്കു. ഇൻ ദ പോയം ദ പോയറ്റ് ഈസ് ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ക്യോട്ടോ ബട്ട് സ്റ്റിൽ ഹി ലോങ്സ് ഫോർ ഇറ്റ്. ഈ പോയത്തിൽ നമ്മുടെ പോയറ്റ് ഓൾറെഡി ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹം പിന്നെയും ആ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദ പോയം ഈസ് എ ലോങ്ങിങ് ഫോർ സംതിങ് ദാറ്റ് യു ഓൾറെഡി ഹാവ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരോ ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ.
മീൻസ് എ ലോങ്ങിങ് ഫോർ സംതിങ് ദാറ്റ് യു ഓൾറെഡി ഹാവ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സാധനമാണ്, പക്ഷെ നമ്മൾ അത് തന്നെ കിട്ടാനായിട്ട് പിന്നെയും ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈ പോയറ്റ് ഓൾറെഡി ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണുള്ളത്, പക്ഷെ അദ്ദേഹം പിന്നെയും ആ സ്ഥലത്തേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ. The place Kyoto has a special love in the poem. It has emotional feelings. ഇതിൽ പറയുന്നത് ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്തോട് ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. സ്പെഷ്യൽ ലവ് ആണ്, ഒരു പ്രത്യേക സ്നേഹമുണ്ട്, ഒരു ഭയങ്കര ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് ഈ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ഇദ്ദേഹത്തിന് ഉള്ളത്. The cuckoo's song is a symbol for renewal and change. കുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുയിൽ. ഈ പോയത്തിൽ കുയിലിൻ്റെ ഒരു പാട്ടിനെ കുറിച്ചിട്ടൊക്കെ എഴുതുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുവിൻ്റെ സോങ് എന്ന് പറയുന്നത് ഇവിടെ സിംപ്ലൈസ് ചെയ്തിരിക്കുന്നത് റിന്യൂവലും ചേഞ്ചും, പുതുമയാണ്, ഒരു പുതുക്കലാണ്, അതുപോലെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം, ഒരു പുതിയ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തെയാണ് ഇവിടെ കുയിലിൻ്റെ പാട്ടിനെ സാമ്യപ്പെടുത്തുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ നേച്ചർ ഓഫ് ലൈഫ്. ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ പാസിംഗ് ഓഫ് എ പ്ലസൻറ്റ് സീസൺ ആൻഡ് ദി അറൈവൽ ഓഫ് ഹാർഷർ ലൈഫ്. ഇത് പ്രകൃതിയോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുക്കുവിൻ്റെ സോങ്ങിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ പാസിംഗ് ഓഫ് എ പ്ലസൻറ്റ് സീസൺ എന്ന് പറയുന്നത്. പ്ലസൻറ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടം, അത് മാറി ഹാർഷർ ലൈഫാണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഇനി എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് കുക്കുവിൻ്റെ അല്ലെങ്കിൽ കുയിലിൻ്റെ പാട്ടിനെ ഇവിടെ സാമ്യപ്പെടുത്തുന്നത്. The old pond in the poem is the image of a tradition. ഓൾഡ് എന്ന് പറയുമ്പോൾ അറിയാം പഴയതാണ്. പഴയ പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. അപ്പോൾ ഒരു പഴയ കുളത്തിനെ കുറിച്ചിട്ട് ഈ പോയത്തിൽ ഇവർ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞ് ഇമേജ് ഓഫ് ട്രഡീഷൻ, ഒരു പുരാതന കാലഘട്ടത്തെ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ പഴയ കുളത്തെ സാമ്യപ്പെടുത്തി പറയുന്നത്. The old pond is a symbol of the subconscious mind. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപബോധ മനസ്സാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെയാണ് ഓൾഡ് പോണ്ടുമായിട്ട് സാമ്യപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് there in everyone, it exists in silence. ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എല്ലാവരുടെയിലും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, പക്ഷെ ഇത് സൈലൻ്റായിട്ട് നിശബ്ദമായിരിക്കുന്ന ഒന്നാണ്. ദ ഫ്രോഗ് ജമ്പിങ് ഇൻ ടു ദ വാട്ടർ വിച്ച് ഡിസ്റപ്റ്റ്സ് ദ പീസ് ഓഫ് ദ പോണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ഈ പോയത്തിൽ പറയുന്നത് ഒരു തവളയെ കുറിച്ചിട്ടാണ്. തവള ഈ പോണ്ടിലോട്ട് എടുത്ത് ചാടുന്നുണ്ട്, അല്ലെങ്കിൽ തവള ഈ കുളത്തിലോട്ട് എടുത്ത് ചാടുന്നുണ്ട്. അതിനർത്ഥം തവള എടുത്ത് ചാടുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ ശബ്ദം കാരണം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സൈലൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഇല്ലാതാകുകയാണെന്നാണ് പറയുന്നത്. സമാധാനത്തിനൊരു ബ്രേക്ക്, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കാം ആൻഡ് കൂളായിട്ട് കിടക്കുകയാണ്, കുളത്തിൽ വെള്ളം നിശബ്ദമായി കിടക്കുകയാണ്. ആ സമയത്തേക്കാണ് ഈ തവള വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നത്, അല്ലെങ്കിൽ കുളത്തിലോട്ട് എടുത്ത് ചാടുന്നത്. അപ്പോൾ അവിടെ ഒരു മാറ്റം വരികയാണ്, അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയാണ്. ഇറ്റ് മീൻസ് എ ബ്രേക്ക് ഇൻ ട്രഡീഷൻ. അപ്പോൾ ഇവിടെ ആ പഴയ കാലഘട്ടം അല്ലെങ്കിൽ പഴയ ആ ഒരു പുരാതനമായൊരു ട്രഡീഷൻ ഉണ്ടല്ലോ, ആ ട്രഡീഷനൊരു ബ്രേക്ക് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അതിനൊരു വിള്ളലേൽക്കുകയാണ്. ദ ഫ്രോഗ്സ് ആൻഡ് ദ ക്രൈസ് ആർ മാർക്കേഴ്സ് ഓഫ് സീസൺസ് ഇൻ ഹൈക്കു. അപ്പോൾ ഹൈക്കു എന്ന ഈ പോയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഫ്രോഗ്സിൻ്റെ ക്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തവളയുടെ കരച്ചിലിന് ഇവർ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദ പോയം ബ്രേക്സ് അവേ ദ ട്രഡീഷൻ. നമ്മുടെ പാരമ്പര്യത്തിന് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ അതിനൊരു വിള്ളലേൽക്കാണ് ഈ പദ്യത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ പോയത്തിൽ കൂടെ. ദ നോയ്സ് കംസ് ഫ്രം ദ ഫ്രോഗ് ഈസ് ദാറ്റ് ഓഫ് ജമ്പിങ് ഇൻ ദ വാട്ടർ. നോയ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്, ശബ്ദമാണ്. ഈ ഫ്രോഗ് അല്ലെങ്കിൽ ഈ തവള
ഈ പോണ്ടിലോട്ട് കുളത്തിലോട്ട് എടുത്ത് ചാടുമ്പോൾ അവിടെ ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ സൗണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ദ വാട്ടർ ഇസ് ദ സോഴ്സ് ഓഫ് സൗണ്ട് വിച്ച് ബ്രേക്സ് ഇൻ ദ സൈലൻസ്. അപ്പോൾ ഈ സൗണ്ടിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വെള്ളമാണ്. ഫ്രോഗ് വെള്ളത്തിലോട്ട് എടുത്തു ചാടുന്നു. അപ്പോൾ വെള്ളമാണ് ഇവിടെ സോഴ്സായിട്ട് അല്ലെങ്കിൽ ഉറവിടമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ വാട്ടർ ഇസ് എ സോഴ്സ് ഓഫ് സൗണ്ട് വിച്ച് ബ്രേക്സ് ദ സൈലൻസ്. അപ്പോൾ സൈലൻസ് ഇവിടെ ബ്രേക്ക് ആവുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ ബൈ ദെൻ, ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.